എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ ചീര ഒക്കെ കറി വെക്കാറുണ്ട്. പക്ഷെ ചീര തണ്ടാണ് ചീരയെക്കാട്ടിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത്. അപ്പം ചീരയുടെ തണ്ടും മുരിങ്ങയ്ക്കായും നമ്മളുടെ ചെറുപയർ പരിപ്പും വെള്ളരിക്കായും കൂടി ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് നമ്മളുടെ വീഡിയോ. 30 ഗ്രാം ചെറുപയർ പരിപ്പ് വറുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് നന്നായി വറുത്തതിന് ശേഷം 2-3 പ്രാവശ്യം കഴുകി 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് വേവാൻ വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. പരിപ്പ് നന്നായി തിളച്ചു കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ 100 ഗ്രാം മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക. 150 ഗ്രാം വെള്ളരിക്കയും കൂടി ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു 200 ഗ്രാം ചീരയുടെ തണ്ട്, ഇതും ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായി തിളച്ച് കഴിഞ്ഞു. സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം കടുക് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 4 വറ്റൽ മുളകും കൂടി ഇട്ട് ഫ്രൈ ചെയ്യുക. ഇത് രണ്ടും നന്നായി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ എരിവിനായി ഈ വറ്റൽ മുളകും ജീരകവും നാളികേരവും കൂടി ചേർത്താണ് അരയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഫൈബർ കണ്ടന്റ് കൂടിയതാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ. ഇതിൽ കൊഴുപ്പ് കുറവും ഫൈബർ കൂടുതലുമുള്ള കഷ്ണങ്ങളാണ് നമ്മൾ ഇന്ന് ചേർത്ത് തയ്യാറാക്കുന്ന സ്പെഷ്യൽ കറി. 1 മുറി നാളികേരം, 1 നുള്ളി ജീരകം, വറുത്ത വറ്റൽ മുളക് എന്നിവ ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണ് വേണ്ടത്. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് കഴിഞ്ഞു. നമ്മൾ ഡയറ്റ് നോക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ളൊരു സ്പെഷ്യൽ കറി തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച മസാല ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊന്ന് നന്നായി ചേർത്തിളക്കാം. കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവരെ ഇങ്ങനെയുള്ള കറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ലതാണ്. ഇനി ഇതൊന്ന് തിളപ്പിക്കുക. ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞു. നമുക്ക് തീ ഓഫ് ചെയ്യുക. ഒപ്പം തന്നെ കടുകും കറിവേപ്പിലയും കൂടി താളിച്ചതും കൂടി ഇതിലേക്ക് ഇടുക. ദഹന പ്രശ്നമുള്ളവർ, അതായത് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നമെല്ലാം ഉള്ളവർ ഈ കറി തയ്യാറാക്കി ഉപയോഗിക്കുക കേട്ടോ. അതിന് ഏറ്റവും നല്ലതാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ മുരിങ്ങത്തണ്ട്, മുരിങ്ങക്ക, ദാൽ കറി തയ്യാറാക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഈ സ്പെഷ്യൽ രുചിക്കൂട്ട് ഇഷ്ടമായല്ലോ. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.